ഡൈനാമിക് സ്ട്രെച്ചിങ് അല്ലെങ്കിൽ വാമപ്പ് എന്നൊക്കെ ഇതിനെ പറയും. അതായത് നമ്മളെ ബോഡിയിലെ എല്ലാ ജോയിന്റ്സും ഒന്ന് ഇളക്കുക. മെയിനായിട്ട് 4 ഏരിയ ഉള്ളത്. അതിൽ ഒന്നാമത്തെ ഏരിയ ആണ് നെക്ക് അല്ലെങ്കിൽ സെർവിക്കൽ. എല്ലാതും ഒരു 5 വീതെങ്കിലും മിനിമം ചെയ്യുക. കൂടിപ്പോയ പ്രശ്നമില്ല. ആദ്യം നമ്മൾ ചെയ്യുന്ന നെക്ക് ഫ്ലെക്ഷനും എക്സ്റ്റൻഷനും. രണ്ടാമത്തത് ലാറ്ററൽ ഫ്ലെക്ഷനും എക്സ്റ്റൻഷനും. മൂന്നാമത്തത് സൈഡ് ടു സൈഡ് റൊട്ടേഷൻ ആണ്. രണ്ടാമത്തെ ഷോൾഡറിന്റെ ഏരിയ ആണ്. അതിനു വേണ്ടിയിട്ട് ഷോൾഡർ റൊട്ടേഷൻ ചെയ്യുക. ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ചെയ്യുക. ഇത് 2 കൈ ഒപ്പം ചെയ്ത് വിചാരിച്ചും കുഴപ്പമില്ല. ഷോൾഡറിൽ രണ്ടാമത്താണ് ക്രോസ് ആം പെക്ടറൽ സ്ട്രെച്ച്. മൂന്നാമത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ സ്കാപ്പുലും തൊറാക്സും ആണ്. അതിനു വേണ്ടിയിട്ട് സ്കാപ്പുല എലവേഷനും ഡിപ്രഷനും ആണ് നമ്മൾ ചെയ്യുന്നത്. എൽബോ ബെൻഡ് ചെയ്യാതെ കൈ നേരെ പിടിച്ചിട്ട് സ്കാപ്പൽ മാത്രം പൊന്തിക്കുക, താത്ത. അത് കഴിഞ്ഞിട്ട് റിട്രാക്ഷൻ ആൻഡ് പ്രൊട്രാക്ഷൻ. ഇതും സ്കാപ്പലൊക്കെ ഉള്ളതാണ്. നമ്മൾ എൽബോ ബെൻഡ് ചെയ്യാതെ നേരെ ബാക്കും അതേപോലെ നേരെ മുന്നിക്കും. പിന്നെ തൊറാക്സ് ഏരിയക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് വിൻഡ് മില്ലാണ്. വിൻഡ് മില്ലിന് സ്പൈൻ ഓവർ ബെൻഡ് ചെയ്യാതെ ഹിപ്പ് നേരെ ബാക്കിലോട്ട് പുഷ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്യുമ്പോൾ നമ്മളെ ഹെഡ് കൈയിന്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കൈ നേരെ മുകളിലോട്ട് പിടിച്ചിട്ട് ലാറ്ററൽ ഫ്ലെക്ഷൻ. കൈയല്ല ഞാൻ മൂവ് ചെയ്യുന്നത്, എന്റെ സ്പൈനിന്റെ ഭാഗമാണ് ലാറ്ററലി ഞാൻ മൂവ് ചെയ്യുന്നത്. അത് 2 സൈഡിനും ഈക്വലി ചെയ്യുക. അടുത്തത് കാറ്റ് ക്യാമ്പിലാണ്. അതായത് സ്പൈൻ ഉള്ളിലോട്ട് പോകുമ്പോൾ ഹെഡ് അപ്പ് ചെയ്യുക, സ്പൈന് പൊന്തിക്കുമ്പോൾ ഹെഡ് താത്തുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ചെയ്യാൻ, പക്ഷെ പിന്നീട് അത് റെഡിയാവും. ഇനിയുള്ളത് ക്വാഡ്രപ്പെറ്റ് തൊറാസിക് റീജിയൻ ആണ്. ഒരു കൈ ഹെഡിന്റെ ബാക്കിലും മറ്റേ കൈ ഓപ്പോസിറ്റ് കാലിന്റെ ഫ്രണ്ടിലും വെച്ചിട്ട് നമ്മൾ ഇതിൽ കാണുന്ന പോലെ മുട്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. മുട്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കഴിയുന്ന പോലെ ചെയ്യാം. അടുത്തത് ലെഗ് സ്വിങ്സ് ആണ്. എവിടെയെങ്കിലും ഒരു സപ്പോർട്ട് എടുക്കണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ സപ്പോർട്ട് ഇല്ലാതെയും ചെയ്യാം. മാക്സിമം ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ലെഗ് സ്വിങ് ചെയ്യുക. അതിന്റെ സൈഡ് വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. രണ്ടും സെയിം തന്നെയാണ്. 2 ലെഗും ഒരേ കൗണ്ടിൽ ചെയ്യാം. പിന്നുള്ളത് ലെഗ് സൈഡ് ടു സൈഡ് റൊട്ടേഷൻ ആണ്. ഇതും നിങ്ങൾ കൊണ്ട് കഴിയണ പോലെ മാക്സിമം ലെങ്ത്തിൽ തന്നെ 2 സൈഡിലോട്ടും ചെയ്യാം. എവിടെയെങ്കിലും സപ്പോർട്ട് എടുത്ത് ചെയ്ത് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. സപ്പോർട്ട് ഇല്ലാതെ ചെയ്താലും കുഴപ്പമില്ല. അടുത്തത് ലെഗ് കേർഡിലാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ നീ ചെസ്റ്റിലേക്ക് മുട്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതൊരു ചുമരിൽ ചാരി നിന്ന് ചെയ്ത് വിചാരിച്ചും കുഴപ്പമില്ല. അതാവും ഒന്നും കൂടി കംഫർട്ട്. അടുത്തത് ഹിപ്പ് റൊട്ടേഷൻ ആണ്. അതിനുവേണ്ടി ജസ്റ്റ് ലെഗ് നേരെ മുകളിലോട്ട് പൊന്തിക്കുക, സൈഡിലേക്ക് നീക്കുക, വെക്കുക. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് കാലും ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിന് നേരെ ഓപ്പോസിറ്റും 2 കാലിലും ചെയ്യണം. അതായത് സൈഡിലൂടെ പൊന്തിക്കുക, മുന്നിലേക്ക് വെക്കുക. അടുത്തത് ആംഗിൾ ഡോർസിഫ്ലെക്ഷൻ ആണ്. അതായത് നമ്മൾ ലഞ്ചസ് ചെയ്യണ പോലെ ചെയ്യാം. ഇത് മുന്നത്തെ ലെഗിന്റെ ഭാഗത്ത് ഒരു ബോക്സ് വെച്ചിട്ട് അതിന് മേലെയും ചെയ്യാൻ പറ്റും. അതായിരിക്കും ഒന്നും കൂടി കംഫർട്ട്. പിന്നെ ഈ വാമപ്പിന്റെ ഒക്കെ ശേഷം നിങ്ങൾ ജമ്പിങ് ജാക്സോ അല്ലെങ്കിൽ സൈക്ലിങ്ങോ ഒരു 5 മിനിറ്റും കൂടി ചെയ്താൽ നന്നാവും. നമുക്ക് ബോഡി ഒന്നും കൂടി വാം ആവാൻ വേണ്ടിയിട്ട്. ഇതേപോലത്തെ സ്ട്രെച്ചിങ്ങിന്റെയും ഫുൾ വർക്കൗട്ടിന്റെയും ഹോം വർക്കൗട്ടിന്റെയും മൊത്തത്തിലുള്ള വീഡിയോ ഞാൻ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.